ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവാനി ഓഫീസിലെത്തിയ ശേഷം ശിവാനിയുടെ യഥാർത്ഥ സ്വഭാവം അങ്ങ് പുറത്തെടുക്കുകയാണ്. അങ്ങനെ വസുന്ധരയെ ഓഫീസിലെ ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ് അവിടെ എല്ലാവർക്കും മുന്നിൽ ശിവാനി സ്വീകരിക്കുന്നത്. അതോടുകൂടി വസുന്ധരയ്ക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള സ്റ്റാഫുകളോടൊക്കെ പറയുകയാണ്, ഗൗതമിനോട് കൂറുള്ളവർ ആരാണെങ്കിലും അവർക്ക് ഇവിടെ നിന്നും ചില്ലറ വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് പൊയ്ക്കൊള്ളണം. അവരെ ഈ കമ്പനി എങ്ങനെ ആയിരുന്നു എന്നൊന്നും എനിക്കറിയേണ്ടതില്ല. ഇനി മുതൽ ഞങ്ങൾ പറയുന്നത്, ഞാനും പ്രണവും പറയുന്നത് മാത്രമായിരിക്കും ഇവിടെ ഇനി അനുസരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാണ് ചെയർമാൻ്റെ ക്യാബിനിലേക്ക് പോകുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളെങ്ങാനും ഗൗതമിനെ സഹായിക്കുന്നവരെ, ഗൗതമിന് ഒറ്റിക്കൊടുക്കുന്നവരെ കണ്ടുപിടിച്ചാൽ പിന്നെ അവരെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും അവർക്കൊരു നയാ പൈസ പോലും പിന്നെ തരികയുമില്ല എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഗൗതമിനോട് സ്നേഹമുള്ള ആ സ്റ്റാഫ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ ഈ കമ്പനിയിൽ എന്തൊക്കെ പേക്കൂത്തുകൾ കാണേണ്ടി വരും ഈശ്വര എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അയാൾ നിൽക്കുന്നത്. സമയം ഹോസ്പിറ്റലിൽ പാർവതി കണ്ണു തുറക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ പരിശോധിച്ച ശേഷം പാർവതിയോട് ചോദിക്കുകയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ വേദനയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല ഡോക്ടർ. എന്നിട്ട് ഡോക്ടർ ഗൗതമിൻ്റെയും നിധിയുടെയും ഇടത്തേക്ക് ചെന്ന് പറയുകയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മുന്നേ ഇവർക്ക് അറ്റാക്ക് വന്നിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ 1-2 തവണ നെഞ്ചുവേദന വന്നിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കാണിക്കുന്ന ഡോക്ടറെ അവരെ കൊണ്ടുപോയി കാണിക്കണം. ഇപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് തരാം എന്നൊക്കെ പറയാണ്. അങ്ങനെ ഗൗതമും നിധിയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ഗൗതം ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല, എനിക്കൊരു ചെറിയ നെഞ്ചുവേദന വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിധി പറയണ, ചെറിയ നെഞ്ചുവേദന ഒന്നുമല്ല അമ്മയ്ക്ക് വന്നത്, ഒരു മൈൽഡ് അറ്റാക്ക് തന്നെയാണ് അമ്മയ്ക്ക് വന്നത്. അപ്പോൾ ഗൗതം പറയണേ, എന്തിനാണ് അമ്മ വഴിയിൽ വെച്ച് പ്രണവുമായിട്ട് വഴക്കിട്ടത്? ഓ, നിങ്ങളോട് നിർമ്മല എല്ലാ കാര്യവും പറഞ്ഞോ? എന്നിട്ട് നിർമ്മല എവിടെ, വീട്ടിൽ പോയോ? അപ്പോൾ നിധി പറയണ, അമ്മ ആദ്യം ഞങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി പറയും, എന്തിനാണ് പ്രണവുമായിട്ട് വഴക്കിട്ടത്? അപ്പോൾ അവൻ്റെ സംസാരം കേട്ടാൽ വഴക്കിടാതെ ഇരിക്കുമോ? അവനെ എനിക്കൊന്ന് പൊട്ടിക്കേണ്ടി വന്നു. അപ്പോൾ ഗൗതം പറയണ, അവൻ ഇപ്പോൾ കൂടിപ്പോയ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഞാൻ അനാഥനാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതല്ലേ? നീ എന്താ അത് ഇത്ര നിസ്സാരമായി പറയുന്നത്? അതിന് അമ്മ, അവൻ എന്നെ എത്ര പ്രാവശ്യം ഞാൻ അനാഥനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അവൻ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടില്ലേ, എന്നിട്ട് അതെല്ലാം നമ്മൾ ക്ഷമിച്ചില്ലേ, പിന്നെ എന്തിനാണ് അമ്മ അവനോട് വെറുതെ വഴക്കിടാൻ നിന്നത്? അവൻ്റെ പെറ്റമ്മയായ എന്നെ അവൻ നടുറോട്ടിലിട്ട് അടിച്ചോട്ടെ, അതുപോലും ഞാൻ ക്ഷമിക്കും. പക്ഷേ നിന്നെ അനാഥനാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ ക്ഷമിക്കില്ല. ഈ പാർവതി ഒരിക്കലും അത് ക്ഷമിക്കില്ല. അപ്പോൾ ഗൗതം പറയണ, അമ്മ വെറുതെ അവനോട് വഴക്കുണ്ടാക്കി ഇപ്പോൾ ആശുപത്രിയിലായിട്ട് എന്ത് കാര്യമുണ്ട്? അവൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ? ഞാൻ അനാഥനാണെന്നുള്ള സത്യം അത് ഒരിക്കലും തിരുത്താൻ കഴിയില്ലല്ലോ. നിധി പാർവതിയുടെ കഴുത്തിലുള്ള ആ ചരടിൽ കെട്ടിയ താലിമാല എടുത്ത് കാണിച്ചു കൊടുക്കണം. ഇതെന്താ അമ്മേ, എന്തിനാണ് ഇത് ചെയ്തത്? അമ്മ എന്തിനാണ് വെറുതെ താലിമാലയൊക്കെ വിറ്റത്? അത് പിന്നെ ഗൗതമിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ കാശ് ചെലവാക്കാൻ കാശ് തന്നെ വേണ്ടേ? അതിനാണ് ഞാൻ അത് ചെയ്തത്. അത് പിന്നെ അമ്മ എന്തിനാണ് അമ്മയുടെ താലിമാല എടുത്തത്? പിന്നെ ഞാൻ ഈ കഴുത്തിൽ കൊണ്ട് നടക്കുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? എനിക്ക് അതുപോലെ ചെയ്യാലോ? അങ്ങനെയല്ലല്ലോ, നീ എന്നെ പോലെയാണോ? എനിക്ക് വയസ്സായില്ലേ, എന്തിനാണ് എനിക്ക് വെറുതെ മാലയൊക്കെ? ഇനി ബാക്കിയുള്ളതൊക്കെ വിൽക്കുകയോ പണയം വെക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇനി അമ്മയോട് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് കാശിന് ആവശ്യമുണ്ടെന്ന്. നീ എന്തിനാ ഗൗതം ഇപ്പോൾ ഇവിടേക്ക് വന്നത്? നീ എന്നെ വഴക്ക് പറയാനാണോ? ഞാൻ വഴക്ക് പറഞ്ഞതല്ല അമ്മയെ. ഇപ്പോൾ കൂടുതൽ സംസാരിക്കാതെ നീ ആദ്യം ഡിസ്ചാർജിനുള്ള കാര്യങ്ങൾ നോക്ക്, എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നിധി പറയണ, ആ ഡിസ്ചാർജൊക്കെ ഇന്നാവും, പക്ഷെ നേരെ വീട്ടിലേക്കല്ല പോകുന്നത്, നമ്മൾ അമ്മയുടെ ഡോക്ടറെ കാണാനാണ് പോകുന്നത്. അമ്മയെ കാണിക്കുന്ന ആ ഡോക്ടറെ കണ്ട ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോകും. എന്നിട്ട് ഗൗതം ഡിസ്ചാർജിനുള്ള കാര്യങ്ങൾക്ക് പോവുകയാണ്. പിന്നീട് ചെയർമാൻ്റെ പദവിയിലേക്ക് പ്രണവ് വന്നിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ശിവാനി അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ട് പെട്ടെന്ന് വസുന്ധര അങ്ങ് ഞെട്ടിപ്പോവാണ്. ആ ക്യാബിനകത്തേക്ക് കയറിയ ഉടനെ തന്നെ അവിടെ ശിവാനി എൻ്റർപ്രൈസസ് എന്ന് എഴുതി വെച്ചത് കണ്ടപ്പോൾ സുന്ദര പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ശിവാനി പറയും, എന്ത് പറ്റി ആൻറ്റി, പെട്ടെന്ന് ഷോക്കായോ? ഞാൻ ഇവിടെ ഈശ്വരമംഗലം ഗ്രൂപ്പ് എന്നുള്ളത് മാറ്റി ശിവാനി എൻ്റർപ്രൈസസ് എന്നാക്കി. ഇവിടെ ഓഫീസിലേക്ക് വിളിച്ച് എല്ലാവരോടും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും ശിവാനി എൻ്റർപ്രൈസസ് എന്നാക്കണം എന്നുള്ളത്. എങ്ങനെയുണ്ട് ആൻറ്റി, അത് സൂപ്പർ അല്ലേ? ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നുന്നുണ്ട്. അപ്പോൾ വസുന്ധര പറയണ്, അർഹതയില്ലാത്തത് നേടിയിട്ട് അഭിമാനം തോന്നിയിട്ട് ഒരു കാര്യവുമില്ല, നിനക്ക് ഇപ്പോൾ കിട്ടിയത് എല്ലാം തന്നെ നിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അത് ശരിയാണ് ആൻറ്റി പറഞ്ഞത്, എനിക്ക് കിട്ടുന്ന ഈ ഭാഗ്യം പോലും അത് ആൻറ്റിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോഴത്തേക്കും അവിടേക്ക് ഒരു സ്റ്റാഫ് വരികയാണ്. എന്നിട്ട് ഈ ബോർഡ് ക്യാബിനിലേക്ക് വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് വസുന്ധര അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ അതിൽ എഴുതിയിട്ടുള്ളത്, പ്രണവ് ഗോപിനാഥ് ചെയർമാൻ
ചെയർമാൻ എന്നുള്ള ബോർഡായിരിക്കും. അങ്ങനെ ശിവാനി ആ ബോർഡ് വാങ്ങിയിട്ട് പറയണേ ഞാൻ തന്നെ വെച്ചോളാം എന്ന് പറഞ്ഞ് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് വസുന്ധര എങ്ങനെ നോക്കുകയാണ്. അപ്പോൾ വസുന്ധരയ്ക്ക് അതൊന്നും ഒട്ടും തന്നെ പിടിക്കുന്നില്ല. എന്നിട്ട് ശിവാനി പറയണ പ്രണവ് ഇനി അധികം സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് ഈ പദവിയിലേക്ക് അങ്ങ് ഇരിക്കുക, ഈ കസേരയിലേക്ക് ഇരിക്കുക എന്ന് പറയണ. അപ്പോൾ പ്രണവ് പറയണ ഒരു മിനിറ്റ് ശിവാനി, ഈ ചെയർപേഴ്സൻ്റെ കസേരയിൽ ഇരിക്കേണ്ടത് ഞാനല്ല, അത് വസുന്ധര ആൻറ്റി തന്നെയാണ്. അത് കേട്ടപ്പോൾ വസുന്ധര അങ്ങ് ഞെട്ടിപ്പോവാണ്, ശിവാനിയും അങ്ങ് ഞെട്ടിപ്പോവാണ്. വസുന്ധരയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ പ്രണവ് പറഞ്ഞ ആ വാക്കുകൾ കേട്ട്. എന്നിട്ട് പ്രണവ് പറയണ വസുന്ധര ആൻറ്റി ഈ കമ്പനി ഈ നിലയിൽ എത്തിക്കാൻ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടും അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഈ ആൻറ്റി തന്നെയാണ് ഈ ചെയർപേഴ്സൻ്റെ കസേരയിൽ ഇരിക്കേണ്ടത്, ആൻറ്റി അവിടെ പോയി ഇരിക്കുക എന്ന് പറയട്ടോ. അങ്ങനെ വസുന്ധര ജയിച്ചു എന്നുള്ള മട്ടിൽ ശിവാനിയെ ഒന്ന് നോക്കിയിട്ട് അവിടെ പോയി ഇരിക്കുകയാണ്, ആ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും കൈയടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു നിമിഷം സന്തോഷത്തോടു കൂടി കസേരയിൽ പോയി ഇരുന്ന് വസുന്ധര ശിവാനി എങ്ങനെ നോക്കുകയാണ്. എന്തായടി ഞാൻ ജയിച്ചില്ലേ പ്രണവ്, ഇനി വിചാരിച്ചതുപോലെ മാറ്റാനൊന്നും കഴിയില്ല എന്നുള്ള ഭാവത്തിൽ കേട്ടോ. പെട്ടെന്നാണ് വസുന്ധര അങ്ങ് ഞെട്ടിപ്പോകുന്നത്. അപ്പോൾ വസുന്ധരയോട് ശിവാനി എന്ത് പറ്റി ആൻറ്റി, ആൻറ്റി എന്താ സ്വപ്നം കണ്ടോ എന്നങ്ങ് ചോദിക്കട്ടെ. അപ്പോൾ വസുന്ധര മനസ്സിൽ സ്വപ്നം കണ്ടതാണ് പ്രണവ് അങ്ങനെ പറയുമെന്ന് കരുതിയിട്ട്. പക്ഷേ പ്രണവ് അങ്ങനെ ഒന്നും പറയുന്നില്ല. പ്രണവ് നേരെ കസേരയിൽ പോയി ഇരിക്കാൻ പറയുന്ന സമയത്ത് ശിവാനി പറയണ വസുന്ധര ആൻറ്റി തന്നെ പ്രണവിനെ ആ കസേരയിൽ കൊണ്ടുപോയി ഇരുത്തണം, വസുന്ധര ആൻറ്റിക്ക് നല്ല രാശിയുണ്ട് എന്നല്ലേ വസുന്ധര ആൻറ്റി പറഞ്ഞത് എന്ന് പറയട്ടോ. അങ്ങനെ വസുന്ധര തന്നെ പ്രണവിനെ ആ കസേരയിൽ കൊണ്ടുപോയി ഇരുത്താണ്. എന്നിട്ട് ശിവാനിയെ ദേഷ്യത്തിൽ വസുന്ധര നോക്കുകയാണ്. മനസ്സിൽ ചിന്തിക്കുകയാണ്, നീ എന്നെ ഈ ഓഫീസിൻ്റെ ഒരു മൂലയിലേക്ക് ചവിട്ടിയാക്കിയല്ലേ, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ ശിവാനിയും മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ ഓഫീസിൻ്റെ ഒരു മൂലയിലല്ല, ഇനി ഈശ്വരമംഗലത്തിൽ നിന്ന് തന്നെ നിങ്ങളെ ഞാൻ ചവിട്ടി പുറത്താക്കിയിരിക്കും. അങ്ങനെ ശിവാനി വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ള സന്തോഷത്തിലാണ് ശിവാനിയുള്ളത്. പിന്നീട് സന്ദീപ് എന്ന് പറഞ്ഞ സ്റ്റാഫ് ജ്യോതിർമയ്ക്ക് വിളിച്ച് കമ്പനിയിൽ നടന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അത് കേട്ടപ്പോൾ ജ്യോതിർമയ്ക്ക് നല്ല സന്തോഷമാവാണ്. ശിവാനി ആളൊരു ചില്ലറക്കാരിയല്ല, വസുന്ധരയെ ഓഫീസിലെ ഒന്നുമല്ലാത്ത അവസ്ഥയിലാക്കി എല്ലാവർക്കും മുന്നിൽ നാണം കെടുത്തി ഒരു വിലയുമില്ലാത്തവളാക്കിയിട്ടാണ് ശിവാനി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ജ്യോതിർമയി സന്ദീപിനോട് പറയണേ, ഇനി അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്നെ അപ്പോൾക്കപ്പളെ അറിയിക്കണം, ഇനി നിനക്ക് ജോലികൾ കൂടുകയാണ് എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഫോൺ വയ്ക്കുന്നത്. അപ്പോഴത്തേക്കും CKC അവിടേക്ക് വരികയാണ്. അങ്ങനെ CKCയോട് എല്ലാ കാര്യങ്ങളും ജ്യോതിർമയി പറയുകയാണ്. അപ്പോൾ CKC പറയണ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടത്തും. ആ മണ്ടനായ പ്രണവും ശിവാനിയും പൊട്ടിയായ ശിവാനിയും അവരുടെ വിചാരം അവരുടെ പേരിലേക്ക് എല്ലാ സ്വത്തുക്കളും ആയിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാം സ്വന്തമെന്നാണ്. പക്ഷേ ഇനിയാണ് എൻ്റെ കളി നടക്കാൻ പോകുന്നത്. ഇനി ശിവാനിയെയും പ്രണവിനെയും വെച്ചാണ് ആ കമ്പനി എനിക്ക് സ്വന്തമാക്കുന്നത്. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ഇനി അത് CKCക്ക് സ്വന്തമായിരിക്കും, അത് എന്നിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കും. അതിനുള്ള വഴിയും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ ജ്യോതിർമയോട് പറയുകയാണ്. ഈ സമയം പാർവതിയെയും കൊണ്ട് ഗൗതമും നിധിയും വീട്ടിലെത്താണ്. അപ്പോഴത്തേക്കും നിർമ്മലയും ചന്ദ്രയും എല്ലാം കൂടി പാർവതിയുടെ അടുത്തേക്ക് വരികയാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, അമ്മയെ ഡോക്ടറെ കാണിച്ച ശേഷമാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. പാർവതി പറയണേ ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഇനിയിപ്പോൾ ഒരു ഗ്യാസ് വന്നാൽ പോലും അറ്റാക്ക് ആണെന്നൊന്നും ആരും പറഞ്ഞേക്കല്ലേ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ നിഖിൽ ചോദിക്കണം, അല്ല നിങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്, ഞങ്ങൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഒരു കൂട്ട് ഡ്രസ്സ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയതാണ് എനിക്കും നിധിക്കും പാർവതി അമ്മയ്ക്കും എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഗൗതം പറയണേ, ഇനി അടുത്തത് ഓരോന്നായിട്ട് പണയം വെക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറയണേ. അപ്പോൾ എനിക്കൊരു ലാപ്ടോപ്പാണ് ഇനി വേണ്ടത്, എന്നിട്ട് നാളെ തന്നെ ഒരു ജോലി അന്വേഷിക്കണം, ഇനിയിപ്പോൾ ഈശ്വരമംഗലം ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എന്നുള്ള പദവിയാണ് ഇനി എനിക്ക് അടുത്തത് ഭാരമാവാൻ പോകുന്നത്. അപ്പോൾ നിധി പറയണേ എല്ലാം ശരിയാവും. അപ്പോൾ നിഖിൽ പറയണേ എൻ്റെ കയ്യിലൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അത് പണി മുടക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ നിധി പറയണേ എല്ലാത്തിനും ഒരു വഴിയുണ്ട്, നമുക്കൊരു ലാപ്ടോപ്പൊക്കെ വാങ്ങാം, ആദ്യം അകത്ത് കയറാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി പാർവതിയും കൊണ്ട് അകത്തേക്ക് പോവാണ്. ഈ സമയം ഈശ്വരമംഗലത്ത് എത്തിയ വസുന്ധര ഇതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ്. ഓഫീസിൽ നടന്ന ശിവാനി ചെയ്തു കൂട്ടിയ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. സ്റ്റാഫുകൾക്ക് മുന്നിൽ വസുന്ധരയെ ഒന്നുമല്ലാത്ത ആക്കിയ ആ ശിവാനിയെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ്. എനിക്ക് അവിടെ ഒരു വിലയുമില്ലാതെ ആക്കിയ അവൾ എന്നൊക്കെ ദേഷ്യത്തിലാണ് കേട്ടോ ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് ഈശ്വരമംഗലം ഗ്രൂപ്പ് എന്നുള്ളത് മാറ്റി ശിവാനി എൻ്റർപ്രൈസസ് എന്നാക്കിയതിനെക്കുറിച്ചും ചെയർമാൻ പദവിയിലേക്ക് പ്രണവിനെ ഇരുത്തിയതും അങ്ങനെ ഓരോന്നായിട്ട് വസുന്ധര ദേഷ്യത്തിൽ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് ശിവാനി പറഞ്ഞ ഒരു വേലക്കാരി വരുന്നത്, ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. അപ്പോൾ വസുന്ധര
വസുന്ധര ചോദിക്കാൻ ആരാണ് നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ശിവാനി മേഡം പറഞ്ഞിട്ട് വന്നതാണ് ഇവിടുത്തെ ജോലിക്ക്. ശിവാനി മേഡമോ? അവൾക്ക് ഈ വീട്ടിൽ കയറാനുള്ള ഒരു അർഹതയും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഔദാര്യം കൊണ്ടാണ് അവൾ ഇടയ്ക്ക് വന്നത്. എന്നിട്ടിപ്പോൾ അവൾക്കൊരു വേലക്കാരി, അവളുടെ അമ്മ രേണുകയുണ്ടല്ലോ ഇവിടെ, അവൾ ചെയ്തോളും ഈ വീട്ടിലെ ജോലി. നിന്നെ ഒന്നും ഇവിടെ ആവശ്യമില്ല, ഇറങ്ങിപ്പോയി ഇവിടെ നിന്നും എന്ന് പറഞ്ഞ് ആ വേലക്കാരിയെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിടാം കേട്ടോ. എന്നിട്ട് വസുന്ധര അങ്ങ് ഉറക്കെ വിളിക്കുകയാണ് രേണുകയെ. അപ്പോൾ രേണുക എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എന്താ വസുന്ധര എന്ന് ചോദിക്കുക. എന്ത്, നീ എൻ്റെ പേര് വിളിക്കുന്നു? അത് പിന്നെ പ്രണവിൻ്റെ അച്ഛൻ്റെ പെങ്ങളല്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങൾ പ്രണവിൻ്റെ ബന്ധു, അത് കഴിഞ്ഞ് ഞാൻ ശിവാനിയുടെ അമ്മയുമാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നിന്നെ മാഡം എന്നൊക്കെ വിളിക്കുന്നത്? അതുകൊണ്ടാണ് വസുന്ധര എന്ന് വിളിച്ചത്. എന്താണാവോ വസുന്ധര എന്നെ വിളിച്ചത്? നീ എന്നെ അങ്ങനെ പേര് വിളിക്കണ്ട, എന്നെ നീ മേഡം എന്ന് തന്നെ വിളിച്ചാൽ മതി എന്ന് ഒച്ചയെടുത്ത് പറയുകയാണ് കേട്ടോ. അപ്പോൾ രേണുകയ്ക്ക് നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ രേണുകയോട് പറയണേ, എനിക്കൊരു ചൂട് കാപ്പി വേണം, എനിക്ക് നല്ല തലവേദനയുണ്ട്, പോയി ഉണ്ടാക്കി കൊണ്ടുപോവാ. അത് ഞാനോ എന്ന് ചോദിക്കും. പിന്നെ നീയല്ലാതെ നിനക്കെന്താ ചെയ്താൽ നിനക്കറിയില്ല? എനിക്ക് അറിയാം, പക്ഷേ ഞാൻ നിന്നോടല്ലേ പറഞ്ഞത് പോയി കാപ്പി ഉണ്ടാക്കി കൊണ്ടുപോവാ എന്ന്. അങ്ങനെ രേണുക ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് അടുക്കളയിലേക്ക് ചെല്ലട്ടെ. എന്നിട്ട് സ്വയം പറയുകയാണ്, ആ തൽക്കാലം ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ നിനക്ക് കാപ്പി ഉണ്ടാക്കി തരുന്നത്. പക്ഷേ എൻ്റെ ശിവാനിയുടെ സ്ഥാനമൊന്ന് ഉറപ്പിക്കട്ടെ ഈശ്വരമംഗലത്ത്, എന്നിട്ട് നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് കാപ്പി ഉണ്ടാക്കി വസുന്ധരയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ വസുന്ധരയ്ക്ക് കാപ്പി കൊടുത്തതോടുകൂടി ശിവാനി ഇത് കണ്ടുകൊണ്ട് വരികയാണ്. രേണുകയെ ഒരു വേലക്കാരിയെ പോലെ എല്ലാ പണികളും വസുന്ധര ചെയ്യിപ്പിക്കുന്നത് കാണുമ്പോൾ ശിവാനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ശിവാനി ആ കാപ്പി അങ്ങ് തട്ടി തെറിപ്പിച്ച് കളയാട്ടോ. അപ്പോൾ വസുന്ധര ചോദിക്കുക, എന്താ ശിവാനി നീ കാണിച്ചത്? പിന്നെ എൻ്റെ അമ്മ എന്താ നിങ്ങളുടെ വേലക്കാരിയാണോ? ഞാൻ ഇവിടേക്ക് ഒരു വേലക്കാരിയെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് ആ വേലക്കാരിയെ പറഞ്ഞു വിട്ടത്? എന്നാൽ ഞാൻ വേലക്കാരിയുമായിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. എൻ്റെ അമ്മ ഈ വീട്ടിലെ വേലക്കാരിയൊന്നുമല്ല എന്ന് പറഞ്ഞ് ശിവാനിയുടെ ആ വേലക്കാരിയെയും കൊണ്ടാണ് കേട്ടോ ശിവാനി അവിടേക്ക് വരുന്നത്. അത് കാണുമ്പോൾ വസുന്ധര അങ്ങ് ഞെട്ടിപ്പോവാണ്. വസുന്ധരയ്ക്ക് ഇനിയിപ്പോൾ ആ വീട്ടിലും ഒരു സ്ഥാനമില്ലാതെ ആക്കുകയാണ് ഇവളുടെ ലക്ഷ്യം എന്നുള്ളത് വസുന്ധരയ്ക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ശിവാനി വസുന്ധരയോട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രണവിൻ്റെ അച്ഛൻ്റെ സഹോദരി മാത്രമാണ്, ആ ഒരു അവകാശം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. ആ പേരും പറഞ്ഞ് ഇവിടെ ഈശ്വരമംഗലത്ത് കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു ഇത്തിൽ കണ്ണി മാത്രമാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ഒരു ആജ്ഞയും ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇനി ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞാൻ പറയുന്നതാണ് ഇവിടെ നടക്കൂ എന്നങ്ങ് പറഞ്ഞതോടെ വസുന്ധര അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്.